ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ടോഗിൾ ക്ലാസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. jQueryയിൽ നമ്മൾ ഒരു ടാഗിന് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ്സിന് നമുക്ക് പ്രത്യേകം ക്ലാസ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ടോഗിൾ ക്ലാസ് ഉപയോഗിക്കുന്നത്. വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ആപ്ലിക്കേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഉപകാരമുള്ളൊരു ടൂളാണ്. കോമൺലി വെബ്സൈറ്റുകളിലൊന്നും ഇത് ഉപയോഗിക്കാറില്ലെങ്കിലും നമുക്ക് വലിയ ഫങ്ഷൻസുകളൊക്കെ ഉള്ള വെബ് ആപ്ലിക്കേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടോഗിൾ ക്ലാസ് എന്നുള്ള മെത്തേഡ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ എക്സാമ്പിളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെ ഒരു പി എന്നുള്ള മൂന്ന് പാരഗ്രാഫ് ടാഗും ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ബട്ടണും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പി എന്നുള്ള പാരഗ്രാഫ് ടാഗിന് എന്ത് ചെയ്യണം? ഈ മെയിൻ എന്നുള്ള ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനിപ്പോൾ ഈ പി എന്നുള്ളത് ഈ മൂന്ന് പാരഗ്രാഫ് ടാഗിനും ഇപ്പോൾ പ്രത്യേകിച്ച് എന്തില്ല, ഈ ക്ലാസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പി എന്നുള്ള പാരഗ്രാഫിന് എന്ത് ചെയ്യണം? ഒരു ക്ലാസ്, മെയിൻ എന്നുള്ളൊരു ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ക്ലാസ്സിന് എന്തൊക്കെ ഫീച്ചേഴ്സുകൾ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഫോണ്ട് സൈസ് 150% ആവണം. അതേപോലെ തന്നെ ഇതിൻ്റെ കളറ് റെഡും ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ലൈവ് സെർവർ വെച്ചിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത്. ഈ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെല്ലാം നമ്മളിവിടെ കൊടുത്ത ആ CSS കോഡ്, അതായത് ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മെയിൻ എന്നുള്ള ക്ലാസ് ആഡ് ആയിട്ടുണ്ട്. ഈ മെയിൻ എന്ന ക്ലാസ്സിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത് അത് അതിലേക്കായിട്ട് അപ്ലൈ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതിൽ പറയുന്നത് ഇവിടെ കുറച്ച് അധികം പാരഗ്രാഫ് ടാഗ് ഉണ്ട്. ഓരോന്നിനും ഇവിടെ സെപ്പറേറ്റ് ക്ലാസ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും ക്ലാസ് ബ്ലൂ എന്നുണ്ട്. അതേപോലെ ഒന്നാമത്തെ ക്ലാസ്സിന് മാത്രം ഹൈലൈറ്റ് എന്നുള്ളൊരു സെപ്പറേറ്റ് ക്ലാസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഈ പാരഗ്രാഫിന് മാർജിൻ 4 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് സൈസ് 16 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് വെയിറ്റ് ഒരു ബോൾഡറിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കേഴ്സർ പോയിന്ററും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ബ്ലൂ എന്നുള്ള ക്ലാസ്സിന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലാക്ക് എന്നുള്ളൊരു കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹൈലൈറ്റിന് ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്കും എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിലെ ഒന്നാമത്തതിന് മാത്രമാണ് ഇവിടെ പിങ്ക് വരുന്നത്. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ സൂമിക്സ് ഇൻഫോ എന്ന് എഴുതിയ ഭാഗത്തിന് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ jQuery ഇവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പി എന്ന് പറയുന്നത് നമ്മളെ പാരഗ്രാഫ് ഏതിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിനെന്ത് ചെയ്യണം? ടോഗിൾ ക്ലാസ് ഹൈലൈറ്റ് എന്നുള്ള ക്ലാസ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അതിലേക്ക് എന്ത് ചെയ്യും? ഈ ഹൈലൈറ്റ് എന്നുള്ള ക്ലാസ് കൂടി അതിലേക്ക് അപ്ലൈ ചെയ്യും. ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് പാരഗ്രാഫിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിലേക്ക് എന്ത് ചെയ്യും? ഈ ടോഗിൾ ക്ലാസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ചിട്ട് ഈ ലാസ്റ്റ് ഈ HTML ട്യൂട്ടോറിയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഹൈലൈറ്റ് എന്നുള്ള ക്ലാസ് അപ്ലൈ ആവുകയും ഹൈലൈറ്റ് എന്നുള്ള ക്ലാസ്സിന് നമ്മളിവിടെ കൊടുത്ത CSS കോഡ് ഇതിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഏത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അതിലേക്കൊക്കെ എന്ത് ചെയ്യാണ്? ഈ ഹൈലൈറ്റ് എന്നുള്ള ക്ലാസ് ആഡ് ആവുകയും ആ ഹൈലൈറ്റ് എന്ന ക്ലാസ്സിന് എന്തൊക്കെ CSSകളാണോ നമ്മൾ അതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർന്ന് വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്താണ് ടോഗിൾ ക്ലാസ് എന്നും ടോഗിൾ ക്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത കുറച്ച് എക്സാമ്പിളുകളുമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.